ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ. കാസർഗോഡ് ജില്ലാ കലോത്സവമൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇനി കലോത്സവത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ കലോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് തലേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. പ്രാക്ടീസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എടുത്തതാണ്. അപ്പോൾ മൊഗ്രാലിലാണ്, കാസർഗോഡ് മൊഗ്രാലിലാണ് നമ്മുടെ കലോത്സവം നടക്കുന്നത്. അപ്പോൾ അതിലേ കൂടെ പോവാണ്. നമ്മുടെ ഹൈവേ കാണുന്നുണ്ട് മുകളിൽ, മേൽപ്പാലം അടിപൊളിയല്ലേ നമ്മളെ കാസർഗോഡ്. അപ്പോൾ അതിലേ കൂടെയാണ് പോകുന്നത്. 30-ാം തീയതിയാണ് കേട്ടോ പ്രോഗ്രാം. എനിക്കിന്ന് കഥകളി സംഗീതം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരുപാട് പരിപാടികളൊക്കെ വരുന്നത്. 5 ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഥകളി സംഗീതം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുറേ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വേദിയിലോട്ട് പോയി. UP ವಿಭಾಗದ ಓಟಂತುಳ್ಳಲ್, ಹೈರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಓಟಂತುಳ್ಳಲ್ ಸ್ಪರ್ಧಾಳುಗಳು ತಯಾರಾಗಿ ನಿಲ್ಲುವುದು. ഇത് കന്നഡ ഭാഷയാണ് കേട്ടോ. അപ്പോൾ ജില്ലാ കലോത്സവത്തിന് പോയാലും എന്തായാലും മലയാളവും കന്നഡയും രണ്ടും പറയും കേട്ടോ, അനൗൺസ്മെന്റ് ആയാലും. അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ പരിപാടി സ്റ്റാർട്ടായി. എനിക്ക് കോഡ് നമ്പർ 6 ആയിരുന്നു. ജയ നള ഇതി ബാഹുഗേ ജനിത സംശയ മാനസയ. അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സമാധാനം അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെയായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റിസൾട്ട് വന്നു. എല്ലാവർക്കും നമസ്കാരം. 6 മത്സരാർത്ഥികൾ പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കഥകളി സംഗീത മത്സരത്തിൽ 4 മത്സരാർത്ഥികൾ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. കോഡ് നമ്പർ 2, 3, 4, 6 ഇത്രയും കുട്ടികൾക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിൽ സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ കോഡ് നമ്പർ 6 എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടുകൂട്ടാ. പരിപാടിയൊന്നും കാണാൻ നിന്നിട്ടാ. കാരണം നാളെ 5 ഐറ്റമാണ് പങ്കെടുക്കാനില്ലത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ കഥകളി സംഗീതത്തിലെല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ കാസർഗോഡിലെ മിംസ് ഹോസ്പിറ്റൽ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ചോറുണ്ടത് നമ്മൾ നീലേശ്വരത്ത് നിന്ന് തന്നെ ഒരു കടയിൽ നിന്നാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. അതായത് 31 ഡിസംബറിൽ. ഇന്നാണ് എനിക്ക് ഒരുപാട് ഐറ്റം ഉണ്ട് എന്നല്ല പറഞ്ഞത്. അതായത് ശാസ്ത്രീയ സംഗീതം, ഗാനാലാപനം, അഷ്ടപതി, പദ്യം, പിന്നെ വന്ദേ മാതരം. അത് ഗ്രൂപ്പായിട്ടാണ്. പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിൽ. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്തു. പക്ഷെ എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. കുറവാണ് ശരിക്കും വീഡിയോസൊക്കെ എടുത്തത്. ചിലതിൻ്റെ റിസൾട്ട് പറയുന്ന വീഡിയോ ഒന്നുമില്ല. കാരണം ഞാൻ ആടെ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അത്ര ശരിയൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം സംസ്കൃത പദ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി പോയി. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജ് വരുന്നത്. എനിക്കിവിടെ പരിപാടിയൊന്നുമില്ല. പക്ഷേ പദ്യം വേറൊരു സ്റ്റേജിലാണ്. അപ്പോൾ അതിനു വേണ്ടി റെഡിയായി. നമസ്തേ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദേന വിരചിത ശ്രീമന്നാരായണീയേ പഞ്ചവിംശതി സർഗഃ പ്രഥിതം ഭവതി. തത്ര നരസിംഹാവതാര വർണ്ണനം പ്രഹ്ലാദസ്തുതിശ്ച വർണ്ണിതം. തത്രത്യാദ് കേചന ശ്ലോകാഃ. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദ. അപ്പോൾ അതിന് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഗാനാലാപനായിരുന്നു. അതിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ശാസ്ത്രീയ സംഗീതം പാടാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശാസ്ത്രീയ സംഗീതം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും ഫസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വന്ദേ മാതരമായിരുന്നു. അത് ഗ്രൂപ്പായിട്ടാണ്.
എല്ലാ ഗ്രൂപ്പുകൾക്കും എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. 7 ഗ്രൂപ്പുകൾക്കും 7 എ ഗ്രേഡ് ഉണ്ട്. നമ്മ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത കോഡ് നമ്പർ 6. അപ്പോൾ അതിനും ഫസ്റ്റ് കിട്ടിട്ടോ. പിന്നെ അഷ്ടപതിയായിരുന്നു. രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിതം അലസനിമേഷം. പ്പെട്ടിട്ടുള്ള 7 കോഡ് നമ്പറുകളുടെയും ഗ്രേഡുകൾ ആദ്യം വായിക്കാം. കോഡ് നമ്പർ 1 ബി ഗ്രേഡ്, കോഡ് നമ്പർ 2 എ ഗ്രേഡ്, കോഡ് നമ്പർ 3 എ ഗ്രേഡ്, കോഡ് നമ്പർ 4 എ ഗ്രേഡ്, കോഡ് നമ്പർ 5 ബി ഗ്രേഡ്, കോഡ് നമ്പർ 6 എ ഗ്രേഡ്, കോഡ് നമ്പർ 7 എ ഗ്രേഡ്. ഇതിൽ ജില്ലാ തലത്തിൽ നിന്നും 1ാം സ്ഥാനത്തോടെ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോഡ് നമ്പർ 7, കോഡ് നമ്പർ 7. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവരെ പിന്തുണച്ച അധ്യാപകർക്കും എല്ലാവർക്കും അപ്പോൾ അതും കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ 5 എണ്ണത്തിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് പോകാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഗായ്സ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ മീഡിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഇന്നലെ കഥകളി സംഗീതത്തിനും കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറേ പത്ര കട്ടിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി. അപ്പുറത്ത് നാടോടി നൃത്തം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കുറച്ച് നല്ലോണം സൗണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾ, വിഷ്വൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലെ എൻ്റെ അവസാനത്തെ ജില്ലാ കലോത്സവമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ എന്തെല്ലോ കഴിഞ്ഞു. പിന്നെ നമ്മ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തെ ആ ദിവസത്തിൽ ഒരു നല്ല കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ജില്ലാ കലോത്സവം കഴിഞ്ഞ് ആ ഒരു സമാധാനത്തിൽ എങ്ങനെ ഇരിക്കുകയാണ്. ഇനി ജനുവരി 14 സ്റ്റേറ്റ് കലോത്സവം വരുന്നത്. അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടാ. ആടും തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു കേക്കും വാങ്ങി ഞങ്ങൾ ന്യൂ ഇയർ അങ്ങോട്ട് ആഘോഷിച്ചു. അപ്പോൾ 2026 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.